വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, എലമെന്ററി സിഗ്നൽ, LTI സിസ്റ്റം, നോയ്സസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സസ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഷാനോൺ തിയറം, എൻട്രോപ്പി, ബോഡ് റേറ്റ്, മാക്സിമം ചാനൽ കപ്പാസിറ്റി. അപ്പൊ നമുക്ക് ആദ്യം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. അപ്പൊ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിലെ ടൈമാണ്, വൈ ആക്സിസിലെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. ടൈം 0-നേക്കാളും കൂടുന്ന സമയത്ത് എപ്പോഴും വാല്യൂ 1 ആവുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടൈം <0 ആവുന്ന സമയത്ത് 0. അപ്പൊ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതിന് നമുക്ക് ഒരു ഷിഫ്റ്റ്, ഒരു എ യൂണിറ്റ് ഷിഫ്റ്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? u(t - a). അപ്പൊ ഈ എക്ക് ശേഷം വാല്യൂ 1 ആവും, അതിന് മുന്നേ ഉള്ള വാല്യൂസ് ഒക്കെ 0 ആവും. അപ്പൊ ഒരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ u(t - a) എന്ന് വരും. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അടുത്തത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പൊ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ u(t) പഠിച്ചു, u(t - a) പഠിച്ചു. അപ്പൊ u(t - a) ചെയ്ത് കഴിഞ്ഞാൽ u(t) എന്ന് പറയുന്ന ഇങ്ങനെ വലിയ ഗ്രാഫാണ്, അത് u(t - a) എന്ന് പറയുമ്പോൾ ഇത്രയുള്ള ഗ്രാഫാണ്. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രം വരും. അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം വരുമ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിന് ലിമിറ്റും കൂടെ കൊടുത്തു. del(t) limit tends to 0 1/a u(t - u(t - a). അതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പൊ ഇതിൽ del(t) നമുക്ക് എന്ത് പറയാം? d/dt of f(t) എന്ന് പറയാം. അപ്പൊ നമുക്ക് 0-ല് ഒരു വാല്യൂ കിട്ടും, അതാണ് del(t). ഇനി ഈ del(t - a) എന്ന് പറഞ്ഞാൽ എന്താവും? a യൂണിറ്റ് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, അതാണ് del(t - a) എന്ന് പറയുന്നത്. ഇനി അടുത്തത് യൂണിറ്റ് ഡബ്ലറ്റ് ഫംഗ്ഷൻ. യൂണിറ്റ് ഡബ്ലറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ del(t) 0-ന്റെ മുകളിൽ ഉണ്ടാവും, del(t) 0-ന്റെ താഴെ ഉണ്ടാവും. അതിനാണ് യൂണിറ്റ് ഡബ്ലറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് സാമ്പിളിങ്. സാമ്പിളിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് വേവിനെ ഡിസ്ക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് സാമ്പിളിങ്. അപ്പോൾ സാമ്പിളിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ f(t)നെ del(t - nt) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സാമ്പിളിങ്ങിൽ. അപ്പോൾ എന്താക്കും? നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് മാത്രം നമുക്ക് കിട്ടും. ആ പ്രോസസ്സാണ് സാമ്പിളിങ്. അപ്പം സാമ്പിളിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ ടൈമിൻ്റെ ഡിസ്ക്രിയേറ്റിൽ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ f(t) is equal to sigma n is equal to -infinity to infinity f(t) into del(t - nt). ഇനി അടുത്തത് സിങ് ഫംഗ്ഷൻ. സിങ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ t> 0 ആകുന്ന സമയത്ത് വാല്യൂ 1 ആയിരിക്കും, ടീൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വാല്യൂ 0 ആയിരിക്കും, t <0 ആകുമ്പോൾ -1 ആയിരിക്കും. അതിനാണ് സിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ എന്താണ്? t 0 ആകുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ t ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പോൾ എന്താണോ ടൈം അതിനായിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതിനെയാണ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാരബോളിക് ഫംഗ്ഷൻ. പാരബോളിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(t) is equal to t². f(t) t² ആകുന്ന സമയത്താണ് പാരബോളിക് ഫംഗ്ഷൻ കിട്ടുന്നത്. 1 ആകുമ്പം 1² 1 ആണ്, 2 ആകുമ്പം 2² 4, 3 ആകുമ്പം 3² 9. അങ്ങനെ ഗ്രാഫ് നമുക്ക് ഈ ഒരു പാരബോളിക് ഷേപ്പിൽ കിട്ടും. അതാണ് പാരബോളിക് സിഗ്നൽ. ഇനി അടുത്തത് സിങ് സിഗ്നൽ. സിങ് ഓഫ് t is equal to sin πt/πt. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനാണ് സിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സിഗ്നൽ ക്ലാസിഫിക്കേഷൻ. സിഗ്നൽസിനെ നമുക്ക് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ, റിയൽ ആൻഡ് കോംപ്ലക്സ് സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് സിഗ്നൽ, കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി പീരിയോഡിക് സിഗ്നൽ. പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ f(t) is equal to f(t + tp. ഒരു പീരീഡാണ് tp എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു tp കഴിഞ്ഞാലും that is equal to f(t) ആണെങ്കിൽ അത് പീരിയോഡിക് സിഗ്നൽ ആണ്. ഈവൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ f(-t) is equal to f(t) ആണെങ്കിൽ അത് ഈവൻ സിഗ്നൽ ആണ്. ഓഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ
f of minus t is equal to minus of f of t. അങ്ങനെയാണെങ്കിൽ അത് ഓഡ് സിഗ്നൽ ആണ്. ഇത് ഈവൻ സിഗ്നൽ എക്സാമ്പിൾ ആണ്, ഇത് ഓഡ് സിഗ്നലിന് എക്സാമ്പിൾ ആണ്. കോസൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ f of t is equal to 0 for all t less than 0. ആന്റി കോസൽ എന്ന് പറഞ്ഞാൽ f of t not equal to 0 for all t less than 0. അതാണ് കോസലും ആന്റി കോസലും. ഇനി നമുക്ക് കോസലും ആന്റി കോസലും ഒന്നും കൂടെ നോക്കാം. Example, distinguish between causal and non-causal system in the following. In the case of y of t is equal to u of minus t. ഇവിടെ y of t തന്നിട്ടുണ്ട്, നമുക്ക് u of t തന്നിട്ടുണ്ട്. നമ്മൾ u of t നെ minus t ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? y of t കിട്ടും. When t less than or equal to minus 1, u of t is equal to 0, but y of t not equal to 0. Non-causal system. അപ്പോൾ causal system ആണെങ്കിൽ എന്ത് വേണം? t of minus 1 u of t 0 ആണ്, y of t 0 ആണ്. അപ്പോൾ minus 1 ശേഷം ഇവിടെ എന്താണ്? ഈ ഭാഗം 0 ആണ്, പക്ഷെ ഇവിടെ minus 1 ശേഷം ഇത് 0 ആകുന്നില്ല. അതുകൊണ്ട് ഇത് നോൺ കോസൽ സിസ്റ്റം ആണ്. ലീനിയർ ടൈം ഇൻവാരിയന്റ് സിസ്റ്റം. എന്താണ് ലീനിയർ ടൈം ഇൻവാരിയന്റ് സിസ്റ്റം എന്ന് പറയുന്നത്? LTI system have two important characteristics. ഒന്ന് ടൈം ഇൻവാരിയൻസ്. A system T is called time invariant or shift invariant if input or output characteristics of the system do not change with the time. Characteristics എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ടൈമിനനുസരിച്ച് അതിന് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം x of n ഒരു ടൈം കഴിഞ്ഞാൽ y of n ആണെങ്കിൽ x of n minus k ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ t ആയിരിക്കും. x of n minus k t ടൈം കഴിഞ്ഞാൽ y of n minus k ആയിരിക്കും. അപ്പം ടൈം ഇൻവാരിയൻ്റ് ആണ്. പിന്നെ ലീനിയർ ആണ്. സിസ്റ്റം t is called linear if t of a x1 of n plus b x2 of n is equal to at x1 of n plus bt x2 of n. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് ലീനിയർ സിസ്റ്റം ആണെന്ന് പറയാം. അപ്പോൾ why do we care about LTI system? നമ്മൾ എന്തിനാണ് LTI സിസ്റ്റം എടുക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ലാർജ് കളക്ഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഒരുപാട് ടെക്നിക്സ് നമുക്ക് LTI സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യാം. Many practical systems are either LTI or can approximately by LTI system. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ സിസ്റ്റത്തിനൊക്കെ LTI ആയിട്ട് അസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കും. The impulse response of LTI system നമുക്ക് നോക്കാം. അപ്പം h of n, the response of LTI system to the input sample del of n, h of n is equal to t of del of n. ഇത് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്, ഇത് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. del of n ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് h of n ആണ്. ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ del of n ആണ് ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ h of n എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു del of n കൊടുത്ത് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് h of n കിട്ടി. An LTI system is completely characterized by a single impulse response h of n. അപ്പോൾ ഒരു LTI സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് h of n ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിന് നമുക്ക് h of n എന്ന് പറയാം. അപ്പോൾ x of n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y of n കിട്ടും. h of n ആയിരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ y of n is equal to t of x of n. That is equal to sigma k is equal to minus infinity to infinity x of k h of n minus k, that's equal to x of n convolution h of n. Response of the system to the input unit samples n is equal to k convolution sum. Computing the convolution sum. നമ്മൾ എങ്ങനെയാണ് കൺവല്യൂഷൻ സം എടുക്കുക? നമ്മൾ ഇൻപുട്ട് x of n കൊടുക്കുന്നത് h of n നടക്കണം. അപ്പോൾ നമുക്ക് y of n കിട്ടുക. അപ്പോൾ y of n എന്ന് പറയുമ്പോൾ x of k into h of n minus k. x of k ആണ് നമ്മുടെ ഇൻപുട്ട്, h of n minus k ആണ് ഇവിടെ ഇമ്പൾസ് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ y of n0 നമ്മൾ n പകരം n0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള n-നും n0 ആവും. ലിമിറ്റ് അങ്ങനെ തന്നെ ഉള്ളത്. സിഗ്മ k is equal to minus infinity to infinity. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ എന്താണ് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഷിഫ്റ്റിനനുസരിച്ചിട്ടൊരു ഫോൾഡിങ് സംഭവിക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഷിഫ്റ്റിംഗ് ആൻഡ് മൾട്ടിപ്ലൈയിങ്. ആദ്യം ഈ h of n-നെ h of n minus k ആക്കും, എന്നിട്ട് അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യും, പിന്നെ അതിനുശേഷം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും.
പിന്നെ റിപ്പീറ്റ് ഫോർ ഓൾ n 0. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസിനൊക്കെ ഈ പ്രോസസ്സ് സിഗ്മ ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അഡീഷൻ നടക്കും, സമ്മേഷൻ നടക്കും. പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ ഓഫ് LTI സിസ്റ്റം. LTI സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്. ആദ്യത്തേത് കമ്മ്യൂട്ടേറ്റീവ് ലോ, അതായത് x of n കൺവല്യൂഷൻ h of n is equal to h of n കൺവല്യൂഷൻ x of n. ഡിസ്ട്രിബ്യൂട്ടീവ്, x of n convolution h1 of n plus h2 of n is equal to x of n into h1 of n plus x of n into h2 of n. നമുക്കിനി അസോസിയേറ്റീവ് ലോ ഒരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം. h1 of n ഉണ്ട്, h2 of n ഉണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. h of n കണ്ടുപിടിക്കണം. h of n എന്ന് പറയുമ്പോൾ കൺവല്യൂഷൻ ഓഫ് h1 of n into h2 of n. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എടുക്കും. h of n എന്ന് പറയുമ്പോൾ സിഗ്മ k is equal to minus infinity to infinity h1 of k h2 of n minus k. അപ്പോൾ നമ്മൾ ഇവിടെ എന്താക്കും, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വി കെ ഓഫ് എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇവിടെ n ഉള്ളത് അത് മാറ്റി k കൊടുക്കും. ഇവിടെ k ആണല്ലോ വേരിയബിൾ, അപ്പോൾ k u of k 1/4 whole raised to n minus k u of n minus k. അപ്പോൾ ഇവിടെ നമ്മൾ u of n ഉം u of n minus k യും. അപ്പോൾ ഇതെന്താണ്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു 0ക്ക് ശേഷം മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അതിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മളിവിടെ കേസ് ഇക്വൽ minus infinity to infinity ആണ്. അപ്പോൾ നമുക്ക് ഇതിനെന്താക്കാം, ഇതിൻ്റെ വാല്യൂസ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് മൈനസ് വാല്യൂസ് ഒക്കെ 0 ആണ്. അപ്പോൾ ഇത് 0 to n വരെ മാത്രമേ ഇതിന് ലിമിറ്റ് ഉള്ളൂ. അപ്പോൾ 1/2 all raised to k 1/4 all raised to n minus k എന്ന് വരും. നമുക്ക് ഇതെല്ലാം 1 ആയിട്ട് പോകും. അപ്പോൾ ഇതിന് നമ്മളിനി ഇതിൽ വാരിയബിൾ ആയിട്ടുള്ളത് k ആണ്, ഈ n വാരിയബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/4 all raised to n പുറത്തേക്ക് വരും. പിന്നെ നമ്മളതിനെ ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ സിഗ്മ k is equal to 0 to n 2 raised to k കിട്ടും. അപ്പോൾ 2 raised to k നെ നമ്മൾ എങ്ങനെയാണ് ar raised to k എന്ന് പറഞ്ഞാൽ a into r raised to n minus 1 divided by r minus 1 ആണ്. ഇങ്ങനെയാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4 all raised to n 2 raised to n plus 1 minus 1 were n greater than 0. ഈ ഒരു ആൻസർ കിട്ടും. സ്റ്റെബിലിറ്റി ഓഫ് an LTI സിസ്റ്റം നമുക്ക് നോക്കാം. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ബിബോ സ്റ്റെബിലിറ്റി, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റേബിൾ. അതെപ്പോഴാണ് മോഡ് x of n ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ദാറ്റ്സ് ഈക്വൽ ടു മോഡ് y of n ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിനേക്കാളും ലെസ് ആണെങ്കിൽ നമുക്ക് അതെന്ത് പറയാം, LTI സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ in the case of LTI system, stability is translated to a condition on the impulse response to. An LTI system is stable if its impulse response is absolutely summable. This implies that the impulse response h of n goes to 0 as n approaches to infinity. Means h is equal to sigma k is equal to minus infinity to infinity mod h of k less than infinity. ഇനി നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് എന്താണ് നോയ്സ് എന്നാണ്. നോയ്സ് എന്താണ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓൾ സിസ്റ്റംസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. എല്ലാ സിസ്റ്റത്തിലും നോയ്സ് ഉണ്ടാവും. ബൈ നോയിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വി ക്യാൻ ഫൈറ്റ് ഇറ്റ് ബെറ്റർ. നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ നോയ്സിനെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് മോഡൽസ് ടു ഇവാലുവേറ്റ് അനാലിറ്റിക്കലി. അപ്പോൾ നമ്മളതിന് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽസ് ഉണ്ടാക്കും, നോയ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവും, അത് ആർക്കാണോ എത്തേണ്ടത് ആ റിസീവർ സൈഡ് വരെ എത്തണം. അപ്പോൾ അത് നമ്മൾ ഇൻഫർമേഷൻ സോഴ്സിനെ എൻകോഡ് ചെയ്യും, മോഡുലേറ്റ് ചെയ്യും, എന്നിട്ട് ചാനലിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് ആ ചാനൽ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഡിമോഡുലേറ്റ് ചെയ്യും, ഡീകോഡ് ചെയ്യും, എന്നിട്ട് സിഗ്നൽ ഇൻഫർമേഷൻ സോഴ്സ് അവർക്ക് കിട്ടും. അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ചാനലിൽ കൂടുതലായിട്ടും നോയ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ദ അഡിറ്റീവ് നോയ്സ് ചാനൽ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ s of t is corrupted by noise source n of t and the resulting received signal is r of t. അപ്പോൾ നമ്മൾ സിഗ്നൽ s of t നോയ്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സിഗ്നൽ മാത്രമല്ല, സിഗ്നലിലൂടെ നോയ്സും ഉണ്ടാവും. Noise could result from many sources including electronic components and transmission interference. Electronic components കൊണ്ട് നോയ്സ് ഉണ്ടാവും, അതുപോലെ ട്രാൻസ്മിഷനിലുള്ള ഇന്റർഫറൻസ് കാരണവും നോയ്സ് ഉണ്ടാവാം. A random process. A random variable is the result of single measurement.
Random process is indexed to collection of random variables, or equivalently a non-deterministic signal that can be described by a probability distribution. Noise can be modeled as a random process. നമ്മൾ റാൻഡം പ്രോസസ്സ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 1 to 6 വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏത് വരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എടുക്കും. അപ്പോൾ ഒരു ഡൈ ഇടുന്നതൊക്കെ അതൊരു റാൻഡം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്, റാൻഡം പ്രോസസ്സിൽ വരുന്നതാണ്. കോയിൻ ടോസ് ചെയ്യുന്നതൊക്കെ റാൻഡം പ്രോസസ്സിൽ വരുന്നതാണ്. അതേപോലെ നമ്മൾ നോയ്സിനെയും റാൻഡം പ്രോസസ്സായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നോയ്സിനെ നമ്മൾ വൈറ്റ് കോഷ്യൻ നോയ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കോഷ്യൻ നോയ്സിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ at each time instance t is equal to 0, the value of n of t is normally distributed with a mean 0, variance sigma square. At any two different time instants, the value of n of t are uncorrelated. The power spectral density of n of t is equal to power of all frequency bands. ഇതാണ് ഒരു വൈറ്റ് കോഷ്യൻ നോയ്സിന്റെ പ്രോപ്പർട്ടി. അതേപോലെ when an additive noise channel has a white Gaussian noise source, we call it as a additive white Gaussian noise channel. Most frequency used to model in communications. Reasons why we use this model: it is easy to understand and compute. It applies to a broad class of physical channels. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനും എളുപ്പമായതുകൊണ്ടാണ്. അതുപോലെ ഒരുപാട് ഫിസിക്കൽ ചാനൽസ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ വൈറ്റ് ഗോഷ്യൻ നോയ്സിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. Signals, energy and power. Energy is defined as sigma a integral of minus infinity to infinity mod x of t whole square dt. Power is equal to limit t tends to infinity 1 by t minus integral of minus t by 2 to t by 2 mod x of t whole square dt. Most signals are either finite energy and zero power, or infinite energy and finite power. Noise power is hard to compute in time domain. Power of white Gaussian noise is it is variance sigma square. Now we signal to noise ratio പഠിക്കണം. It is the ratio of signal power to the noise power in corrupting the signal. അപ്പോൾ p signal by p noise ആണ് signal to noise ratio. അപ്പോൾ a signal by a noise whole square എന്ന് പറയാം. Usually more practical to measure SNR on a dB scale. അപ്പോൾ 10 log 10 p signal by p noise അല്ലെങ്കിൽ 20 log 10 a signal by a noise. ഇതാണ് signal to noise ratio dB ലുള്ള equation. Obviously one has high as signal to noise ratio as possible. അപ്പം signal to noise ratio എത്ര കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രയും കൂട്ടുന്നതാണ് നല്ലത്. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇൻഫർമേഷൻ തിയറി ആൻഡ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇൻഫർമേഷൻ തിയറി ട്രൈസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആസ് മച്ച് ഡാറ്റ ആസ് പോസിബിൾ ഓവർ എ നോയ്സി ചാനൽ. എങ്ങനെയാണ് നമുക്ക് ഈ നോയ്സി ചാനലിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇൻഫർമേഷൻ തിയറിയിലാണ് സോൾവ് ചെയ്യുന്നത്. മെഷർ ഓഫ് ഡാറ്റ ഇസ് എൻട്രോപ്പി. അപ്പോൾ ഡാറ്റേനെ ഇവർ എൻട്രോപ്പി ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. Claude Shannon first demonstrated the reliable communication over a noisy channel is possible. അപ്പോൾ ഒരു നോയ്സ് ഉള്ള ചാനലിലൂടെ എങ്ങനെ റിലയബിൾ ആയിട്ട് നമുക്ക് ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുള്ളത് ക്ലോഡ് ഷാനോൺ ആണ്. അദ്ദേഹത്തിന്റെ തിയറത്തിലൂടെയാണ് അത് പറഞ്ഞത്. അപ്പോൾ എൻട്രോപ്പി ഡാറ്റേന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഷാനോൺ എൻട്രോപ്പി പറഞ്ഞിട്ടുള്ളത് HFP is equal to minus sigma I is equal to 1 to k p of I log p of I. ബൈനറി എൻട്രോപ്പി ഫോർമുല എന്ന് പറയുന്നത് HB of p is equal to H of p, 1 minus p, that's equal to minus p log p minus 1 minus p log 1 minus p. ഡിഫറൻഷ്യൽ എൻട്രോപ്പിയിൽ പറഞ്ഞിട്ടുള്ളത് H of f is equal to minus integral of minus infinity to infinity f of x log f of x dx. അപ്പോൾ എൻട്രോപ്പിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് p of x. is not a function of a variable's values, is a function of variable's probabilities. The values are the probabilities are usually measured in bits or nats. Maximized when all values are equally likely, uniform distribution ആണ് equal to 0 when only one value is possible. ഒറ്റൊരു വാല്യൂ ആവുന്ന കേസിൽ അതിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ലോഗ് 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 അല്ലേ? അതന്നെ ഈക്വൽ ടു 0 when one value is possible, cannot be negative.
ബൈനറി സിമെട്രിക് ചാനൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബിറ്റ് ട്രാൻസ്മിറ്റഡ് വിത്ത് പ്രോബബിലിറ്റി 1-p. കറക്റ്റ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 1-p പ്രോബബിലിറ്റിയിലാണെങ്കിൽ റോങ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി p ആണ്. സംടൈംസ് കോൾഡ് ക്രോസ് ഓവർ പ്രോബബിലിറ്റി. അപ്പോൾ അതിൻ്റെ ചാനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1-h(p, p, 1-p). ഇതാണ് ഇതിൻ്റെ ചാനൽ കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. ഇനി ബൈനറി ഇറേഷർ ചാനൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1-p-യും ഇറേഷർ ട്രാൻസ്മിറ്റഡ് വിത്ത് പ്രോബബിലിറ്റി p-യും ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി c is equal to 1-p ആണ്. ഇനി കോഡിംഗ് തിയറി. ഇൻഫർമേഷൻ തിയറി only gives us an upper bound on communication rate. Need to use coding theory to find practical method to achieve a high rate. Two types ഉണ്ട്. സോഴ്സ് കോഡിംഗ് ഉണ്ട്, ചാനൽ കോഡിംഗ് ഉണ്ട്. സോഴ്സ് കോഡിംഗ് compress source data to a smaller size. Channel coding adds redundancy bit to make transmission across noisy channel more robust. The source channel separation theorem. Shannon showed that when dealing with one transmitter and one receiver, we can break up source coding and channel coding into separate steps without loss of optimality. Does not apply when there are multiple transmitters or receivers. Need to use network information theory principle in those cases.